guys, again welcome back to my channel. അപ്പോൾ നമുക്ക് as usual നമുക്ക് മീഷോ ഹോളിലേക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ മേക്കപ്പ് വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യാമെന്ന്. പക്ഷേ ലൈറ്റിൻ്റെ ഇതുകൊണ്ടും പിന്നെ എനിക്കൊരു സൈഡിൽ ഒരു മിറർ ഇല്ല. പിന്നെ അത് മിററൊക്കെ വാങ്ങിക്കണം. ഇന്നുള്ള വീഡിയോസിൽ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ദിസ് മീഷോ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിക്കണം. അപ്പോഴേക്കും ഞാനൊരു മിററൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്രാവശ്യത്തെ വീഡിയോയും നമുക്കൊരു ലെങ്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സിൻ്റെയാണ്. ഡ്രസ്സ് വിത്ത് ഷോളിൻ്റെയാണ് കേട്ടോ. അണ്ടർ 350 ആണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും ഞാൻ ഇങ്ങനെ എടുത്ത് പറയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ സൈസായ മീഡിയം സൈസിലാണ് ഞാൻ ഈ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് സിൽക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് കണ്ടിട്ട് സിൽക്കായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ഡ്രസ് യെസ്. അപ്പോൾ ഷോളും ഡ്രസ്സും, അതായത് ഉടുപ്പും, നമ്മൾ പറയാമല്ലോ ഉടുപ്പ് എന്ന് പറയല്ലേ, ലോങ് ഗൗൺ എന്നൊക്കെ പറയും. അങ്ങനെയാണ് നമുക്ക് ഇതിൽ സെർച്ച് ചെയ്താൽ കിട്ടുക. യെസ്, ഇത് വൈറ്റിൽ നിറയെ ലവ് ലെറ്റർ. ഫസ്റ്റ് തന്നെ എന്നെ ഡിമ്മാക്കി വെച്ചാൽ കഴുത്തിൻ്റെ അവിടെ കണ്ടോ ഒരു ലവിൻ്റെ പൂവ് അങ്ങോട്ട് കട്ട് ചെയ്ത് പോയി. എനിക്ക് അങ്ങനെ ഒരു ഫിനിഷിംഗ് ഇല്ലാണ്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല, കണ്ടുകൂടാ എനിക്കത് അങ്ങനെ. പിന്നെ അതാ ഇവിടെ അതാ ഈ വയറിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ആ ഒരു അംബ്രല കട്ടിങ് ആ ഒരു സംഭവം പോയതിൻ്റെ അടുത്തും ആ പൂക്കൾ ഇല്ല. പിന്നെ 350 രൂപയ്ക്ക് ഇത്രയല്ലേ തരാൻ പറ്റുള്ളൂ തള്ളേ എന്ന് പറയുന്നവരുണ്ട്. ശരി, ഞാൻ അത് എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. കൈ ഇതാ ആസ് യൂഷ്വൽ ഇങ്ങനെയാണ്, ഒരു 3/4 കൈയാണ്. കൈമെന്ന് പ്രത്യേകിച്ച് യാതൊരുവിധ പരിപാടികളും ഇല്ല. കഴുത്തിലാണ് ഗൈസ് കാര്യം ഇരിക്കുന്നത്. കഴുത്തിൽ ഇതാ ഇങ്ങനെ നമ്മൾ പണ്ടത്തെ കല്യാണത്തിൻ്റെ ബ്ലൗസുമൊക്കെ കാണാം ഇങ്ങനത്തെ ഒരു ബീഡ്സ് വർക്ക്. നല്ല ബീഡ്സ് വർക്കാണ് കേട്ടോ, നല്ല ഒരു ഗോൾഡൻ വർക്കിലുള്ളതാണ്. ഇനി ഇതിൻ്റെ ബാക്കിലുള്ള ഇതിൻ്റെ കെട്ടൊക്കെ നല്ലതായിരുന്നു. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചൊരു പർപ്പിളിൻ്റെ കെട്ട് കണ്ടിട്ടില്ലേ, പക്ഷെ അത് നല്ല നീട്ടുണ്ടായിരുന്നു. ഇതിന് കെട്ടൊക്കെ സെയിം തന്നെയാണ്, പക്ഷെ നീളം കുറവുണ്ട്. വൈറ്റ് ആണ് കേട്ടോ ഈ ഒരു കുഞ്ചലം വന്നിട്ട്. പിന്നെ ഇത് എനിക്ക് എന്താ പറയുക ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുള്ള ഒരു ഉടുപ്പാണ്. നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ. അത് എന്താ പറയുക നാശമാവണമെങ്കിൽ ഇത് പിന്നീടേ നാശാവുള്ളൂ, അല്ലാണ്ട് നാശാവുള്ളൂ. ഇപ്പോൾ പെട്ടെന്നൊന്നും നാശാവില്ല എന്തായാലും. ഇത് ലോങ് ലാസ്റ്റിങ് കുറച്ച് കാലം നിൽക്കും എന്തായാലും ഒരു 10 പ്രാവശ്യമെങ്കിലും ഇടാൻ പറ്റും. പിന്നെ ആസ് യൂഷ്വൽ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഒരു കോട്ടൻ്റെ ഒരു ലൈനിങ് അവർ വെച്ചിട്ടുള്ളൂ. അതും ഇവിടം വരെയേ ഉള്ളൂ, കണ്ടോ ഇവിടം വരെയുള്ളൂ. അതിന് ശേഷം അവർ ലൈനിങ് വെക്കാൻ മറന്നുപോയി. ലൈനിങ് കൂടി വെച്ചാൽ ചിലപ്പോൾ അവർക്ക് പൈസ മുതലാവണ്ടേ. അപ്പോൾ അതിൻ്റെ താഴെ എന്തായാലും മസ്റ്റ് വെയർ ഷിമ്മീസ് ഇട്ടില്ലെങ്കിൽ ഈ വെള്ളമൊക്കെ എന്തായാലും നിഴലടിക്കും കേട്ടോ. ഇതിപ്പോൾ ഫുൾ ഇങ്ങനെ ഒരു പ്രിൻ്റാണ്, ഒരു മെറൂൺ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഷോള് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലത്തെ തന്നെ ഷോൾ തന്നെയാണ്. ഇതിൻ്റെ സൈഡിൽ ഇതാ ഇങ്ങനെ ഒരു ഗോൾഡൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ. സംഗതിയൊക്കെ ഷോളൊക്കെ സെയിം മറ്റേ ഡ്രസ്സിന് തന്നെയാണ്, പക്ഷേ ഷാളിന് കുറച്ച് നീളം കുറവുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് വലിയ ഉയരില്ലാത്ത കാരണം നമ്മൾ ഷാളിന് കുറച്ചും കൂടിയും ഒരു നീളം പ്രതീക്ഷിക്കും. പക്ഷേ നല്ല ഷാൾ തന്നെയാണ് കേട്ടോ. ഇത് രണ്ടും ഒരു 350 അല്ലെങ്കിൽ 300 രൂപയ്ക്ക് താഴെ എന്ന് പറഞ്ഞാൽ വെർത്താണ്. ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് 280 കാണാറുണ്ട്, ചിലപ്പോൾ 310 കാണാറുണ്ട്, ചിലപ്പോൾ 360 കാണാറുണ്ട്. എന്തായാലും നമുക്ക് അത് വെർത്തായിട്ട് തോന്നി. എന്തായാലും ഒരു വാഷ് ചെയ്ത കളർ പൂവില്ല, അങ്ങനത്തെ ഒരു പ്രിൻ്റാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത്. ഇനി പൂവെന്ന് എനിക്കറിയില്ല, ഞാൻ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടല്ലേ തുറന്നത്. വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൂവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറപ്പ്. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ. അപ്പോൾ ഇത് ആണ് അടുത്ത ഡ്രസ്സ്. എനിക്ക് ഇതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ. നല്ല രസമുണ്ട് അല്ലേ കാണാനായിട്ട്. ഇത് യാതൊരുവിധ ഇതുമില്ല കേട്ടോ അതിൻ്റെ കഴുത്തിലൊന്നും. കഴുത്തൊക്കെ പ്ലെയിനാണ്, സാധാ പ്ലെയിൻ റൗണ്ട് കഴുത്താണ്. പക്ഷെ ബാക്കിലത്തെ വള്ളിയുടെ കളർ നോക്കിയേ, നല്ല രസമില്ലേ. ഇവിടെ 2 കുഞ്ചിലും 2 കളറിലും, അത് ലൈറ്റ് പിങ്കും ഈ ഡാർക്ക് മജന്ത കളറിലും. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ അത് ഭയങ്കര നീട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കെന്തോ ഈ പ്രിന്റ് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര വലിയ പ്രിന്റ്. പിന്നെ അവർ എല്ലാ പ്രാവശ്യം ചെയ്യണ പോലെ പ്രിന്റിന്റെ പകുതിയൊക്കെ ഉള്ളൂ. പിന്നെ ഈ ഡ്രസ്സിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ഇവര് ബാക്കിയുള്ള ഡ്രസ്സുകൾക്ക് ഞാൻ അത് കണ്ടില്ലെന്ന് തോന്നുന്നു. കണ്ടോ ഇവിടെ അവർ ഇത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് ചെയ്യില്ലേ, ടക്ക് അടിക്കുക പറയില്ലേ, കണ്ടാ ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട്. ഇതിനാരെങ്കിലും വാങ്ങിച്ചിട്ട് റിട്ടേൺ ചെയ്താണോ എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ അപ്പം റിട്ടേൺ ചെയ്യാറുണ്ട്. റിട്ടേൺ ചെയ്യണതിൽ ഏറ്റവും വലിയ ഇതെനിക്ക് കിട്ടുന്നത് ഒരു അടിഭാഗം എന്നൊക്കെ എന്ത് രസം. നല്ല ഫ്ലെയർ ആയിട്ട് നല്ല രസമുണ്ടല്ലേ, നല്ല രസമുണ്ട്. എനിക്കിഷ്ടമായിട്ടാ ഇത്. നല്ല വലിയ പ്രിന്റ്, നല്ല അടിപൊളി. ഈ 2 കളർ കോമ്പോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
ഓക്കെ, ഇതിന്റെ ഷോൾ ഇനി നമുക്ക് നോക്കാം. ഷോളൊക്കെ എല്ലാത്തിൻ്റെയും ഒരേപോലെ തന്നെയാണ് കേട്ടോ, വലിയ മാറ്റമൊന്നുമില്ല. അടിപൊളിയാണ്. ഷാളും നല്ല രസമാണ്. ഷാളൊക്കെ എന്ത് രസമാണ്. ഇറ്റ്സ് നൈസ്. ഇത് എന്തായാലും നിങ്ങൾ വാങ്ങിച്ചോട്ടാ. ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് മസ്റ്റ് ബൈ ആയിട്ട് വാങ്ങിച്ചോളൂ. പിന്നെ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു വയലറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതും എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ 2 കുഴപ്പമില്ല, ഇട്ടിട്ട് ഞാൻ അറിയില്ല കേട്ടോ എങ്ങനെയാന്ന്. ഇതാണ് 2 വന്നിട്ട് കേട്ടോ, ഷോളും അതിൻ്റെ ഉടുപ്പും വന്നിട്ട് എനിക്ക് ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് വൺ ഈസ് ദിസ് ദി ഡ്രസ് ആൻഡ് ദിസ് ഈസ് ദി ഷോൾ. ഇതാണ് 2 ഡ്രസ്സ്. ഇത് ഞാൻ ഇപ്പോഴാണ് തുറന്നു നോക്കുന്നത് കേട്ടോ. ഇത് വേറൊരെണ്ണൊക്കെ മുന്നേ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് യെസ്, ഇങ്ങനെയുള്ള വിജൃംഭിച്ച കളറുകളാണ് എനിക്കിഷ്ടം. ഇതിൽ എന്തൊക്കെ കളർ ഉണ്ടെന്ന് ദൈവത്തിനറിയാം. ദൈവമേ, പച്ചലയ്ക്ക് ഒരു നീലല, ചുവപ്പൂവ്, മഞ്ഞപ്പൂവ്, പിങ്ക്, പച്ച, നീല, ചുവപ്പ്, വിബ്ജിയൂർ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഈ ഉടുപ്പ് വന്നിട്ട്. അപ്പം ഈ ഉടുപ്പ് സത്യം പറഞ്ഞാൽ എനിക്കത് ഫുള്ളുണ്ടെന്ന് തന്നെ പറയാം. എനിക്ക് വലിയ ഉയരില്ലാത്തതുകൊണ്ട് ഇത് ഫുള്ളുണ്ട്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ സിൽക്ക് എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് സിൽക്കാണോ ദൈവമേ എനിക്കറിയില്ല. പക്ഷെ സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ, യാതൊരുവിധ ഒരു കുഴപ്പങ്ങളും എനിക്ക് തോന്നിയിട്ടില്ല. ഇതിന്റെ കഴുത്ത് കണ്ടോ, കഴുത്തുമ്പോൾ ഫുൾ ഇതേപോലെ ഒരു ബീഡ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ കൈ എന്ന് പറയുന്നത് ഇത് 3/4 അല്ല, കുറച്ചധികം നീളമുണ്ട് കേട്ടോ, നമ്മുടെ റിസ്റ്റിന്റെ അവിടെ വരെയുണ്ട്. കൈയുടെ തുമ്പത്തും ഇവിടെ ഈ മുത്തുമണികളെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ സംഗതി, സൂപ്പർ ആയിട്ടുണ്ടല്ലോ 2 കൈയുടെ അവിടെയും. പിന്നെ ഇത് നേരെ അടിയിൽ വരെ ഇതേപോലെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു വലിയൊരു ഉടുപ്പാണ്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ഈ ഒരു അരയുടെ ഭാഗത്ത് ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയാ അങ്ങനെ നമ്മൾ എന്താ പറയാ 2 ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് അടിയിലേക്ക് ഇങ്ങനെ പോയിക്കുന്നത്. നമ്മുടെ അംബ്രല്ല കട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഉടുപ്പാണ് കേട്ടോ ഇത്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഇവിടെ ഒരു എന്താ പറയാ ഷിമ്മീസ് പോലെ നമ്മൾ ലൈനിങ് ഉണ്ട്. പക്ഷേ നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ഞാൻ കണ്ടുപിടിച്ചതായിരിക്കണം, ഇതിന്റെ അടിയിലേക്കില്ല. ഇല്ല ഗൈസ്, അടിയിലേക്കില്ല. അടിയിലേക്ക് ആ ലൈനിങ് ഇല്ല കേട്ടോ. മുകളിൽ മാത്രമേ ലൈനിങ് ഉള്ളൂ, താഴെ ആ ലൈനിങ് ഇല്ല. താഴെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ താഴെ നന്നായിട്ട് നിഴലടിക്കാനുള്ള ഇങ്ങനെ നോക്കുമ്പോൾ നിഴലടിക്കില്ല, പക്ഷെ നിഴലടിക്കും ഉറപ്പാണ്. വെയിലടിക്കുമ്പോൾ എന്തായാലും നിഴലടിക്കും. സോ നമ്മൾ എന്തായാലും മസ്റ്റ് വെയർ ഷിമ്മീസ് ആൻഡ് ഒരു ലോങ് പാൻറ് ഇടുന്നതും നല്ലതായിരിക്കും. അപ്പൊ ഇതാണ് റൗണ്ട് നെക്കാണ് കേട്ടോ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. മീഡിയം ആണ് സൈസ്, റൗണ്ട് നെക്കാണ്. ഈ ഡ്രസ്സിന് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, എത്രയേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഷോളാണ്. ഷോൾ സെയിം അതേ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. വാവ്, ഷോളിന്റെ തുമ്പത്തൊക്കെ ഈ ഡൈനോസറിന്റെ മുകളിലുള്ള ഈ കൊമ്പ് പോലുള്ള സാധനം ഉണ്ട്. 4 സൈഡ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഷോളിന് ഇങ്ങനെ നോക്കുമ്പോൾ ഇച്ചിരി വീതി കുറവുണ്ട്. കണ്ടാൽ തന്നെ അറിയാം നീളം ഭയങ്കര കുറവാണ് കേട്ടോ. ഇതെങ്ങനെ ഇടുന്നതാണോ, ഇവർക്ക് എന്തായാലും മര്യാദയ്ക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒരു 50 രൂപ കൂടുതൽ വാങ്ങിക്കാന്ന് വെച്ചിട്ട് അവർക്ക് ഒരു ഇച്ചിരി വൃത്തിക്ക് തന്നു. കാരണം സംഗതി സൂപ്പറാണ്, പക്ഷെ നീളം കുറവുണ്ട് കേട്ടോ, നല്ല നീളം കുറവുണ്ട്. ഇത്രയേ ഉള്ളൂ സാധനം, കണ്ടോ, ഇത്രയേ ഉള്ളൂ. നീളം കുറവുണ്ട്, കാരണം അവർ ഇത്രയും നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് സൈഡിലൊക്കെ ഇത് കൊടുത്തിട്ട് നീളം കുറവ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം 350 രൂപയ്ക്ക് ഉള്ളിലിടാം. ചിലപ്പോൾ 280 രൂപയ്ക്ക് ഞാൻ കാണാറുണ്ട് ചിലപ്പോഴൊക്കെ ഓഫറിൽ. നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോഴോ ഇത് ഓഫറിലൊക്കെ കിടക്കുന്നതാണ്. അപ്പോൾ ഇത് XXL സൈസിലൊക്കെ അവൈലബിൾ ആണ്. അതായത് സ്മോൾ ഇട്ടിട്ട് XXL സൈസിലൊക്കെ ഉണ്ട്. ഭയങ്കര എന്താ പറയുക, ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചുറ്റി പിടിച്ചാൽ കൂടിയിരിക്കും. അതുകൊണ്ട് വാഷ് ചെയ്യാൻ എന്നിട്ട് ഉണങ്ങാനായിട്ട് പെട്ടെന്ന് എളുപ്പമാണ്. പക്ഷേ ഇതിലത്തെ പ്രിന്റ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൂവില്ലാന്ന് 100% ഉണ്ട്. കാരണം ഇതൊരു ഡിജിറ്റൽ പ്രിന്റ് പോലെയാണ്. ഇത് എന്തായാലും 100% വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രിന്റ് പൂവില്ല എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് ഇതിന്റെ പ്രിന്റൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഡ്രസ്. ഇതൊക്കെ ഞാൻ വേറെ ഏത് എന്തായാലും കാണിച്ചായിരിക്കും. എന്റെ ഫാഷൻ ഷോ ഇതിന് പുറകെ വരുന്നതായിരിക്കും ഗൈസ്. ഇനിയുള്ളതാണ് രണ്ടാമത്തെ കളർ. കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഏതായിരിക്കും കളർ എന്ന് എനിക്ക് ഊഹിക്കാലോ. പർപ്പിൾ കളറാണ്. ദാറ്റ് മീൻസ് വയലറ്റ് പോലത്തെ കളറിന് വിജൃംഭിച്ചിരിക്കുന്ന കളർ. ആദ്യത്തെ സെയിം തുണി തന്നെയാണ്. ഇത് സിൽക്ക് എന്നാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിനെയാണോ ചെയ്യുമ്പോൾ സിൽക്ക് തുണി? എന്റെ മനസ്സിലുള്ള സിൽക്ക് തുണി വേറെയാണ് കേട്ടോ. സെയിം അതേപോലെ തന്നെയാണ്, പക്ഷേ വ്യത്യാസങ്ങൾ ഉണ്ട് ഗൈസ്. തുണി ഇതേപോലെയുള്ള പൂക്കളുടെ പ്രിന്റാണ്, വയലറ്റ് പൂക്കളാണ്. അതുപോലെ ഒരു ഗ്രേയും പൂവുണ്ട്. ഇതിന്റെ കൈമ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. 3/4 കൈയാണ്. 2 കൈയും പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ പ്ലെയിൻ അല്ല കേട്ടോ, ഒരു വർക്കില്ലാന്ന് ഉദ്ദേശിച്ചത്. വീനക്കാണ്, വൈഡ് വീനക്കല്ല കേട്ടോ. അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ ഗൈസ് കെട്ട് പ്ലസ് ഞാത്തിയുണ്ട്. ഈ കുഞ്ചലം പോലത്തെ സാധനം ഉണ്ട് കേട്ടോ. നല്ല സാധനമാണ് കേട്ടോ. ഈ ബാക്കിൽ ഈ വള്ളിയൊക്കെ എന്തൊരു അടിപൊളിയാണ്. എനിക്ക് നല്ല അടിപൊളി.
അവിടെ സെയിം തുണിയുടെ തന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളതുകൊണ്ട് ഇതും നമുക്ക് അംബ്രല്ല കട്ടിങ് പോലെ താഴേക്ക് സ്ലിറ്റ് ഒന്നും ഇല്ല കേട്ടോ, താഴേക്ക് ഇങ്ങനെ കിടക്കുന്നതാണ്. യെസ്, ഈ ഒരു ഇതന്നെ ഈ ഒരു തുണി വെച്ചിട്ട് അവർ മൊത്തത്തിലൊരു ഉടുപ്പ് തയ്ച്ച് തന്നിരിക്കുകയാണ്. കഴുത്തിൽ പിന്നെ വേറെ അലങ്കല പരിപാടികളൊന്നുമില്ല. ഇതും നല്ല സൂപ്പർ സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതിനും എനിക്ക് പറയാനുള്ളത് മീഡിയം സൈസാണ്. ഫ്രണ്ടിൽ ആ ഒരു പോർഷനിൽ മാത്രമേ ഒരു ചെറിയൊരു ഷിമ്മീസിന്റെ പോലെ കാണിക്കാനുള്ളൂ. താഴ്ഭാഗത്തേക്ക് യാതൊരുവിധ ലൈനിങ്ങോ കാര്യങ്ങളോ ഇല്ല. സോ ഗൈസ്, ഇതിലും നിങ്ങൾ എന്തിടണമായിരിക്കും? ഷിമ്മീസ് ഇടണം. ഇനി ഇതിന്റെ ഷോളാണ്, പിക്ചറിലുള്ള പോലത്തെ തന്നെ ഷോളാണ് വന്നിരിക്കുന്നത് കണ്ടോ. അതോ മുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇതൊന്നും വെച്ചിട്ടല്ല കേട്ടോ, തെർമോ എന്താ പറയുക, പശ വെച്ചിട്ടൊന്നുമല്ല, ഫെവിക്കോൾ വെച്ചിട്ടൊന്നുമല്ല, ഇവര് മറ്റേ പിന്നെ ഇത് വെച്ചിരിക്കുകയാണ്. പക്ഷേ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ 4, 3, 7 ഉണ്ണികൾക്ക് ഇടാൻ പറ്റാവുന്ന അത്ര നീളമുള്ളൂ ഇതിന്. പക്ഷെ സംഗതി സൂപ്പറാണ്. ഇതിന്റെ അരിഭാഗം ഒന്നും അടിച്ചിട്ടില്ല, അടിച്ചാൽ ചിലപ്പോൾ വൃത്തി ഉണ്ടാവില്ല. അതാണ് അവര് വെറുതെ ഇങ്ങനെ വെട്ടിക്കൂട്ടി തന്നിരിക്കുകയാണ് കേസ്. എന്നിട്ട് അതൊന്നും വെള്ള ബീഡ്സും വെച്ചിട്ടുണ്ട്. സംഗതി സൂപ്പറാണ് ഷോളൊക്കെ. പക്ഷെ അവരെന്തിനാണ് ഇങ്ങനെ ഇത് നീളം കുറഞ്ഞ് തന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കുറച്ചും കൂടി സോഫ്റ്റ് ഷോളൊക്കെ ആക്കാമായിരുന്നു. 350 രൂപയ്ക്ക് പിന്നെ നമുക്ക് കാറ് കിട്ടിയാൽ കുറച്ചും ഗറിനൊന്നും തരില്ലല്ലോ. പക്ഷെ ഇത് സംഗതി സൂപ്പറാണ്, ഷോളൊക്കെ സൂപ്പറാണ്. പക്ഷെ ഇതിന് നീളമില്ല ഗൈസ്, നമുക്ക് ഇതൊന്നും ഇങ്ങനെ വിരിച്ചൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് 2 ഡ്രസ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഡ്രസ്സും 350 രൂപ, ചിലപ്പോൾ 300 രൂപയ്ക്ക് താഴെ കാണാറുണ്ട്. പക്ഷെ ഈ പർപ്പിൾ എനിക്ക് ഇഷ്ടമായിട്ടാ, നല്ല രസമല്ലേ അത് കാണാനായിട്ട്. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫേസിലേക്ക് നല്ല ബ്രൈറ്റ്നെസ് തോന്നും. എങ്ങനെയായാലും കുഴപ്പമില്ല, ചിലർക്ക് ഈ കളറിനോട് തീരെ ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡ് ആയിരുന്നെങ്കിൽ, ഈ ഒരു ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാണ് പേസ്റ്റൽ ഷെയ്ഡിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും. അപ്പോൾ ഇതൊക്കെ വേറെ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ സൈഡിലൊക്കെ കൊടുക്കുന്നതാണ്. ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസിൽ സൈഡിൽ തന്നെ കൊടുക്കാം. പിന്നെ എന്താ പറയുക, വാങ്ങിക്കണമെങ്കിൽ അതിന് ലിങ്ക് എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ കയറി നോക്കുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുക. സ്മോൾ തൊട്ടിട്ട് XXL, XXL ഒക്കെ സൈസ് അവൈലബിൾ ആണ്. പിന്നെ ഇത്രയും വേർത്തിന് നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തൊന്നും കിട്ടിയില്ലെങ്കിൽ ഈ ഡ്രസ്സ് എന്തായാലും മസ്റ്റ് ബൈ എന്ന് പറയാം. കാരണം ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എന്തായാലും 2 എണ്ണം എനിക്ക് എന്തായാലും ഇഷ്ടമായി. 2 എണ്ണം ഇനി ഇട്ട് നോക്കിയിട്ട് ഭംഗിയുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ, അല്ലെങ്കിൽ ഞാനത് റിട്ടേൺ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാണാനായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കമൻറ്റ് ചെയ്യുക, കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.